നമസ്കാരം. ഇറാൻ യുദ്ധവും ഇന്ധന പ്രതിസന്ധിയും കാരണം RBI പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. പലിശ നിരക്ക് വർദ്ധിപ്പിച്ചാൽ ഒപ്പം വിലക്കയറ്റവും എത്തിയേക്കും. രൂപയുടെ വിലയിടിവ് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് പലിശ നിരക്ക് RBI വർദ്ധിപ്പിക്കുക. രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലേക്കാണ് നിലവിൽ പതിച്ചിരിക്കുന്നത്. ഒരു വശത്ത് രൂപയുടെ മൂല്യം സംരക്ഷിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നു. മറുവശത്ത് $, ഇറാൻ യുദ്ധം, അസംസ്കൃത എണ്ണവില, ഇതെല്ലാം ഇന്ത്യൻ കറൻസിയെ താഴേക്ക് വലിക്കുകയാണ്. പലിശ നിരക്ക് കൂട്ടേണ്ടെന്ന നിലപാടിലാണ് റിസർവ് ബാങ്കെങ്കിലും വിദേശ നിക്ഷേപം വൻതോതിൽ പിൻവലിക്കുന്നതും രൂപയുടെ മൂല്യം താഴ്ന്നതും കർശനമായ നടപടികളിലേക്ക് RBI നീങ്ങാൻ പ്രേരിപ്പിച്ചേക്കും. ഇന്ധന ഇറക്കുമതി ചെലവ് കുത്തനെ കൂടിയത് രൂപയുടെ മൂല്യത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി എണ്ണ ഗ്യാസ് വിതരണം തടസ്സപ്പെടുത്തിയ അവസ്ഥയിലാണ്. ഡോളറിനെതിരെ താഴ്ന്ന നിരക്കായ 95-ലാണ് രൂപ എത്തി നിൽക്കുന്നത്. രൂപയുടെ മൂല്യം 95-ആയി കുറയുന്നത് ഒരു മുന്നറിയിപ്പാണ്. ഇതാണ് പലിശ നിരക്ക് കൂട്ടാൻ RBIയെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. പലിശ കൂട്ടിയാൽ രാജ്യത്തെ ഉപഭോഗം കുറയുമെന്ന ആശങ്കയാണ് ധനമന്ത്രാലയത്തിൻ്റെത്. എണ്ണ വിപണിയിലെ അനിശ്ചിതത്വമാണ് വിലക്കയറ്റത്തിന് മറ്റൊരു കാരണമാവുന്നത്. ക്രൂഡ് ഓയിൽ വില റെക്കോർഡിലെത്തി നിൽക്കുകയാണ്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധന നിത്യോപയോഗ സാധനങ്ങളുടെ വൻ വിലക്കയറ്റത്തിന് കാരണമാകും. സാധാരണക്കാരന് ജീവിത ചെലവ് താങ്ങാനാവാതെ വരും. വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്ന ഈസി മണി നയമാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ബാങ്കുകൾക്ക് 20 ലക്ഷം കോടി രൂപയുടെ പണലഭ്യത ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രൂപയുടെ മൂല്യത്തകർച്ച ബാങ്കിംഗ് മേഖലയ്ക്ക് ഉയർത്തുന്നത് കനത്ത വെല്ലുവിളിയാണ്. അനുബന്ധ സാമ്പത്തിക ഘടകങ്ങളും അനുകൂലമല്ല. ഇപ്പോൾ തന്നെ വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇത് ഹോട്ടൽ മേഖലയ്ക്ക് കനത്ത വെല്ലുവിളിയാണ്. ഗ്യാസ് സിലിണ്ടർ കിട്ടാനില്ല. അപ്പോഴാണ് വില കുത്തനെ ഉയർന്നത്. 3000-ലധികം രൂപ നൽകിയാലാണ് ഒരു സിലിണ്ടർ ലഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ ബാങ്കുകൾ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചാൽ അതും ജനങ്ങൾക്ക് വലിയ ആഘാതമാകും. പലിശ ഉയർന്നാൽ വായ്പ എടുക്കുന്നവരുടെ എണ്ണം കുറയും. ഇതും ബാങ്കുകൾക്ക് തിരിച്ചടിയുണ്ടാക്കും. വിലക്കയറ്റവും ഒപ്പം എത്തും. എന്താണ് റിസർവ് ബാങ്ക് നിലപാട് എന്നതാണ് പ്രധാനം. സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്നതും RBIയെ തന്നെയാണ്.